വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധ്യാനയോഗമുറകളെക്കുറിച്ച് അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. ധ്യാനം എന്ന് വെച്ചാൽ ഈശ്വരനെ മനസ്സിൽ ആരാധിക്കുക, സ്മരിക്കുക, പൂജിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നാം ചെയ്യുന്ന ആരാധനകൾ പൂജകളാണ്. ഈശ്വര സ്മരണം ഉണ്ടായാൽ മാത്രമേ ഉള്ളിൽ നമുക്ക് ധ്യാനം സാധ്യമാവുകയുള്ളൂ. ഈശ്വര സ്മരണമുണ്ടാകണമെങ്കിൽ ഈശ്വരനെക്കുറിച്ച് നാം അറിയണം. അതിന് ഹൃദയത്തിനുള്ളിൽ ഈശ്വരൻ ജീവാത്മാവായി പ്രകാശിക്കുന്നു എന്ന് ഭഗവാൻ സാംഖ്യയോഗത്തിലൂടെ പറഞ്ഞു തന്നു. തുടർന്ന് ജീവാത്മാവിനെ കൂടുതൽ അറിയാനും അടുക്കാനും ഉള്ള വഴികളാണ് കഴിഞ്ഞ 2 മുതൽ 5 വരെയുള്ള ഭഗവത്ഗീത അധ്യായങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. നാം ചെയ്യുന്ന കർമ്മങ്ങളെ തന്നെ ഈശ്വര പൂജയായി സമർപ്പിക്കാനാണ് കർമ്മയോഗത്തിലൂടെ നാം പഠിച്ചത്. ഇങ്ങനെ കർമ്മങ്ങളെ തന്നെ ഭഗവാനുള്ള പൂജയായും അർച്ചനയായും സങ്കല്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മോശമായ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങും. കാരണം അഴുകിയതും വാടിയതുമായ പൂക്കളെ പൂജയ്ക്ക് നാം എടുക്കാറില്ല. അതുപോലെ മോശമായ കർമ്മങ്ങളെ കർമ്മയോഗത്തിലൂടെ ഭഗവാന് സമർപ്പിക്കാൻ നമ്മുടെ മനസ്സ് നമ്മെ അനുവദിക്കുകയില്ല. അങ്ങനെ ഭഗവത് സ്മരണം കൊണ്ട് മനസ്സ് ശുദ്ധമായി ഇന്ദ്രിയങ്ങളെ നല്ല കർമ്മങ്ങളിൽ, സത്കർമ്മങ്ങളിലോട്ട് നയിക്കുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും നന്മയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് കൂടുതൽ ശുദ്ധമാകാനും ഉള്ളിൽ ഈശ്വര സാന്നിധ്യം തെളിയാനും തുടങ്ങും. നമുക്ക് ജീവാത്മാവിനെ അറിയാൻ ഉള്ള അവസരം ഉണ്ടാകും. നല്ല വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ചെളി തനിയെ മാറിപ്പോകുന്നത് പോലെ ഈശ്വര സ്മരണം മനസ്സിലുള്ള വാസനകളെയും ദുശ്ചിന്തകളെയും അകറ്റും. അജ്ഞത കൊണ്ട് അടച്ചിരിക്കുന്ന മനോബുദ്ധികളിൽ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം തെളിഞ്ഞ് മനസ്സ് ഈശ്വരനിലോട്ട് ഏകാഗ്രമാകും. ഈ നിലയിലെത്തിയ യോഗിയെ യോഗാരൂഢൻ എന്ന് പറയും. യോഗാരൂഢൻ എല്ലാ ജീവാത്മാക്കളിലും ഒരേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന അറിവ് നേടി എല്ലാവരെയും സമഭാവനയോടെ കാണാൻ തുടങ്ങും. ആത്മശ്രേയസ്സിനുള്ള ഈ നിലയിലെത്തിയ യോഗാരൂഢന് മനനിയന്ത്രണമാണ് ഏറ്റവും ആവശ്യം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ബഹിർമുഖമായ മനസ്സാണ് യോഗിയുടെ ശത്രു. അവനെ അത് അധപ്പതിപ്പിക്കും. ചപല മനസ്സിനെ വിവേകബുദ്ധിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ, അതായത് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ യോഗിക്ക് ശ്രേയസ്കരമാകും. ഭഗവാന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഉദ്ധരേദാത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. മനോബുദ്ധികളാകുന്ന ആത്മശക്തി കൊണ്ട് ജീവാത്മാവിനെ ഉദ്ധരിക്കണം. ഒരിക്കലും തളർത്തരുത്. ആത്മമഹിമ അറിയുന്ന ജീവന് ആത്മാവ് ബന്ധുവാണ്. വിഷയലോലുപനായ ജീവന് ആത്മാവ് ശത്രുവാണ്. ഈ അറിവ് നേടിയ യോഗിക്ക് സുഖദുഃഖങ്ങളോ മാനാപമാനങ്ങളോ സുഹൃത്ത് ശത്രു എന്ന വ്യത്യാസങ്ങളോ മണ്ണ് സ്വർണം എന്നുള്ള വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ എല്ലാറ്റിനെയും സമഭാവനയോടുകൂടി കാണാനും സ്ഥിരവും ശാന്തവും ഏകാഗ്രവുമായ മനസ്സ് നേടാനും സാധിക്കും. ഇങ്ങനെയുള്ള മനസ്സിനെ
പതുക്കെ പതുക്കെ ആത്മാവിൽ തന്നെ ഉറച്ചിരിക്കാൻ ധ്യാനയോഗത്തിലൂടെ പരിശീലിപ്പിക്കണം. ഇവിടെ ഭഗവാൻ ധ്യാനയോഗ മുറകളെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ധ്യാനത്തിലൂടെ ആത്മചൈതന്യം ഉള്ളിൽ കൂടുതൽ കൂടുതൽ പ്രകാശിക്കും. അപ്പോൾ ജീവന് തൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവാണ് എന്ന സത്യം പതുക്കെ മനസ്സിലാകും. ധ്യാനത്തിലൂടെ മനസ്സിൽ ഭഗവത് രൂപം പ്രതിഫലിക്കും തോറും ഉള്ളിലുള്ള ഭഗവാനുമായി അടുക്കാനും ആനന്ദം കാണാനും മനസ്സിന് ആഗ്രഹമുണ്ടാകും. ധ്യാനയോഗത്തിലൂടെ ഭഗവാനുമായി അടുക്കാനുള്ള മുറകൾ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു തരുന്നു. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉത്തമ മാർഗമാണ് ധ്യാനയോഗം. ഭഗവാന്റെ ഉപദേശങ്ങൾ അർജുനനിലൂടെ നമുക്കും ലഭിക്കും. നമുക്ക് കാതോർത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.